ഇങ്ങോട്ട് വന്നപ്പോഴും ടിക്കറ്റ് ഫില്ലായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് എങ്ങനെ രണ്ടുപേര് ഫ്രീ ആയപ്പോൾ ആ ടിക്കറ്റിലാണ് കയറിയത്. അപ്പം സിനിമ കാണാനും, അതായത് ആദ്യമേ ഫസ്റ്റ് സിനിമയ്ക്ക് പോലും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ദിവസങ്ങൾ ചെന്ന് കിടന്നിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ്റെ കടുത്ത ഒരാളാണ്. വർഷങ്ങളുണ്ട്, ഒരു 14-15 വർഷം കൊണ്ട് ലാലേട്ടൻ്റെ ഫിഗർ കൊണ്ട് ജീവിക്കുന്നവനാണ്. അപ്പം ഇന്ന് ഇവിടെ എത്താനും, പ്രത്യേകിച്ച് ഈ എറണാകുളത്തിൻ്റെ മണ്ണിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മിക്ക ആർട്ടിസ്റ്റുകളും എറണാകുളത്തുള്ളവരും സംവിധായകന്മാരും എല്ലാവരും ഇതിൽ എറണാകുളത്തുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദിവസം എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ റിലീസ് ദിവസം അവിടെ നിങ്ങൾ തന്ന സപ്പോർട്ട്, പിന്നെ മീഡിയക്കാർ തന്ന സപ്പോർട്ട് എല്ലാം വളരെയധികം നന്ദിയുണ്ട്. അന്നത്തെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഇന്നാണെന്ന്. ലാലേട്ടൻ്റെ അഭിനയം എല്ലാവർക്കും അറിയാമല്ലോ. ലാലേട്ടൻ്റെ ഇതിൽ സൈലൻ്റ് ഓരോ മൂമെൻറ്റും പുള്ളി അത് ചിരിപ്പിക്കുന്നതിനും വിഷമിപ്പിക്കുന്ന 2-3 സീനുകളുണ്ട്. അതും പുള്ളി കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടി വി കാണുമ്പോൾ അത് നമുക്ക് എഫക്റ്റ് അല്ല. പക്ഷേ ഇത് ബിഗ് സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണിച്ചേട്ടൻ മൺമറഞ്ഞു പോയി. അതുപോലെ തന്നെ ഇതിൽ ഒട്ടുമിക്ക രാജ്യം ഇത് വരുന്നാലും ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ, പിന്നെ അതിൽ ലാലേട്ടൻ്റെ സൗകര്യമായിട്ട് വിളിക്കുന്ന പുള്ളി എറണാകുളത്ത് വരികയാണ്. പുള്ളിയും അതിൽ മൺമറഞ്ഞ് വീണ്ടും അവരെ ഒന്ന് ചിന്തിപ്പിക്കുന്ന കൊച്ചി ഹനീഫ, അങ്ങനെയുള്ള ഒരുപാട് പേര്. അതാ പറഞ്ഞ എറണാകുളത്തുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയ്ക്കകത്ത്. പിന്നെ എറണാകുളത്തിൻ്റെ മണ്ണിൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന് എൻ്റെ ദിവസം എന്നാണ് പറയുന്നത്. കാര്യം ഈ വേഷത്തിൽ കുറച്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റോഡ് ഷോയും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ നന്ദി പറയുന്നു. ലാലേട്ടൻ പറയുന്നത് ഇപ്പം തിരിച്ചാൽ ഇരുട്ട് മുമ്പേ വീട്ടിലെത്താം എന്ന് പറയുന്ന പോലെ ഇപ്പം തിരിച്ചാൽ ട്രെയിൻ കയറി വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പം വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാനും. എറണാകുളത്ത് വന്ന് വീണ്ടും പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തിയേറ്റർ ഫുള്ളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാ തിയേറ്ററും ആദ്യത്തെ കാട്ടിയും ഇപ്പോൾ ഫില്ലെന്നാണ് പറയാൻ. പക്ഷേ ഇതിൻ്റെ റീമേക്ക് ഇനി വരുമെന്ന് അറിയത്തില്ല. എന്തായാലും വന്നാലും ലാലേട്ടൻ തന്നെയാണ് ഇതിൽ നായകൻ. കാര്യം എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ലെവല് പുള്ളി കയറ്റി തന്നെ വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും താഴത്തില്ല. മമ്മൂട്ടി പറയുമ്പോഴല്ല തട്ടകം താന്ന് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് പോലെ പുള്ളി കയറ്റി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം മറികടക്കാൻ ആർക്കും പറ്റില്ല. അപ്പം ഇതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് കോമഡി ചെയ്തിരിക്കുന്നത്. രാജംബി അത്രയും കോമഡി ചെയ്ത് പൊലിപ്പിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. പുള്ളി ചെയ്യുന്ന ഓരോ സുരാജനായിരുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്.